ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയായ ടൊമാറ്റോ സൂപ്പുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കാനായി ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒന്ന് വലിപ്പമുള്ളതും 2 മീഡിയം സൈസിലുള്ളതുമാണ്. അതുപോലെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ടേബിൾ സ്പൂണിൽ കോൺഫ്ലോറാണ്, അത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഈ ഒരു ടീസ്പൂണിൽ തന്നെ വെള്ളമൊഴിച്ച് കലക്കിയെടുക്കണം. പിന്നീട് ഈ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളം വേണം. അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ച 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 3 തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ്, അത് പറയാൻ വിട്ടുപോയതാണ്, എടുത്ത് വെച്ചിരുന്നു. അതുകൂടി ഇട്ട് കൊടുക്കാം. മൂടിയിട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിത് മൂടി തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അടിച്ചു കൊണ്ടുവരണം. പിന്നീട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടാറി വന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അടിച്ചെടുത്ത് കൊണ്ടുവന്ന ടൊമാറ്റോ ഇട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരിച്ചെടുക്കണം. ഇത് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്, എന്നിട്ടും ഇത്രയും വേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചൂടാക്കിയെടുക്കണം. എടുക്കാൻ വേണ്ടി സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്ക് കോൺഫ്ലവറിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കണം. ഈ മിശ്രിതം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമുക്കതിലേക്ക് കലക്കി വെച്ച കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കട്ടിയാവും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കട്ടിയാവാൻ തുടങ്ങുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഇതിന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ടൊമാറ്റോ സൂപ്പാണിത്. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സൂപ്പിടെ റെഡിയാണ്. ഞാനതൊരു 2 ബൗളിലേക്ക് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തണുപ്പാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയ ഒരു സൂപ്പാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സൂപ്പാണിത്, ടൊമാറ്റോ സൂപ്പ്. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.